എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. പുതിയ ദിനത്തിൻ്റെ പ്രഭാതം നമുക്ക് ദാനമായി ദൈവം നൽകി. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായം 21 22 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തികൾ 13-ന്റെ 21 22. അനന്തരം അവർ ഒരു രാജാവിനെ ചോദിച്ചു. ദൈവം അവർക്ക് ബെന്യാമിൻ ഗോത്രക്കാരനായ കീസിൻ്റെ മകൻ ശൗലിനെ 40 ആണ്ടേക്ക് കൊടുത്തു. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇസ്രായേൽ ജനതയ്ക്ക് ദൈവഹിതപ്രകാരമുള്ള രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും എഴുന്നേൽപ്പിക്കുന്നതാണ് ചരിത്രത്തിൽ നാം വായിക്കുന്നത്. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അതിലേറ്റവും മാതൃകാപരമായത് ദാവീദിൻ്റെ ഹൃദയമാണ്. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു എന്ന് ഇവിടെ രേഖപ്പെടുത്തുന്നു. ദൈവഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഇത് പറഞ്ഞിരിക്കുന്നത്. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു എന്ന് അതേ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ദൈവഹിതം എല്ലാം നിവർത്തിക്കുവാൻ കാരണം ദൈവഹിതപ്രകാരമുള്ള ഒരു ഹൃദയം ദാവീദിനുണ്ടായതുകൊണ്ടാണ്. ദൈവവചനത്തോടുള്ള സ്നേഹവും പാപബോധവും ദാവീദിനുണ്ടായിരുന്നു. ദൈവികമായ ഹൃദയം ദൈവികമായ ജീവിതം പ്രദാനം ചെയ്യുന്നു. ദാവീദിൻ്റെ ഹൃദയത്തെ സ്പർശിച്ച 3 പ്രത്യേക കാര്യങ്ങളുണ്ട്. 1, ദൈവനാമത്തെക്കുറിച്ചുള്ള എരിവുള്ള ഒരു ഹൃദയം ദാവീദിനുണ്ടായിരുന്നു. ഗോലിയാത്ത് എന്ന ഫെലിസ്ത്യ മല്ലൻ ഇസ്രായേലിൻ്റെ നേരെ വന്ന് യഹോവയുടെ നാമത്തെയും ദൈവജനത്തെയും നിന്ദിക്കാൻ തുടങ്ങിയപ്പോൾ ഇസ്രായേലരെല്ലാവരും ഭയപ്പെടുകയും അവൻ്റെ മുൻപിൽ നിന്ന് ഓടുകയും ചെയ്തു. എന്നാൽ ദാവീദ് ഫെലിസ്ത്യൻ്റെ വാക്കുകളെ കേട്ടപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ മനുഷ്യൻ ആർ എന്ന് പറഞ്ഞു. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. അങ്ങനെ കവണയും കല്ലുമായി ഫെലിസ്ത്യൻ്റെ നേരെ ഇറങ്ങി അവനെ നേരിടാൻ തക്കവണ്ണം ഹൃദയം എരിവുള്ളതായിരുന്നു ദാവീദ്. ദൈവനാമം ദുഷിക്കപ്പെടുമ്പോൾ, ദൈവജനം നിന്ദിതരായി തീരുമ്പോൾ നമ്മുടെ ഹൃദയം ദാവീദിൻ്റെ പോലെ കത്തുന്നുണ്ടോ എന്നതൊരു ചോദ്യമാണ്. ഈ നാളുകളിൽ വിജാതികളിൽ നിന്നും എക്കാലത്തെക്കാളും ദുഷികളും പഴികളും ഏറുകയാണ്. മാധ്യമങ്ങളിലും മറ്റുമായി ദൈവനാമത്തെയും ദൈവജനത്തെയും സഭയെയും പഴിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്നത് സാധാരണ കാര്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവനാമം വളരെ വിലപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയണം. 2, ദൈവിക മഹത്വത്തെക്കുറിച്ച് ദാവീദ് എരിവുള്ളവനായിരുന്നു. ശൗലിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ പെട്ടകം മടക്കിക്കൊണ്ടുവരുന്നതിൽ ശ്രദ്ധിച്ചില്ല. നമ്മുടെ ദൈവത്തിൻ്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക. ശൗലിൻ്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ. 1 ദിനവൃത്താന്തങ്ങൾ 13-ാം അധ്യായത്തിലാണ് ഈ വാക്യം. ദൈവിക സാന്നിധ്യത്തിൻ്റെയും ദൈവമഹത്വത്തിൻ്റെയും പ്രതീകമായിരുന്ന പെട്ടകം മടക്കിക്കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തുന്നതിൽ ഇസ്രായേലിൻ്റെ 1-ാം രാജാവായ ശൗൽ ശ്രദ്ധിച്ചില്ല. അനേക യുദ്ധങ്ങൾ ചെയ്ത് 40 വർഷം ഇസ്രായേൽ ന്യായപാലനം ചെയ്തു. എന്നാൽ യഹോവയുടെ നിയമപ്പെട്ടകം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്നതിന് ശൗൽ തീക്ഷ്ണത കാണിച്ചില്ല. നേരെ മറിച്ച് ദാവീദ് സിംഹാസനത്തിൽ എത്തിക്കഴിഞ്ഞ ഉടനെ യഹോവയുടെ പെട്ടകത്തെപ്പറ്റി വളരെ ചിന്തയുള്ളവനായി. ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്
ഏറിയ തീക്ഷ്ണത ദാവീദിനുണ്ടായിരുന്നു. ദൈവിക മഹത്വത്തെക്കുറിച്ച് നമ്മൾ തീക്ഷ്ണതയുള്ളവരാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമുക്ക് ലഭിക്കേണ്ട മാനത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരാണ്. ദൈവത്തിൻ്റെ മഹത്വം പലപ്പോഴും നമ്മുടെ ചിന്താ വിഷയമല്ല. ഒരു വിശ്വാസിയുടെ പ്രവൃത്തിയും ജീവിതവും സംസാരവും ദൈവത്തിന് മഹത്വം കരയേറ്റുന്നതായിരിക്കണം. പലപ്പോഴും നമ്മൾ ശൗലിൻ്റെ ജീവിത സ്വഭാവമുള്ളവരാണ്. മറ്റുള്ളവർ തനിക്ക് മാനം തരാതെ വേറൊരുവനെ മാനിച്ചപ്പോൾ ശൗലിൻ്റെ ഉള്ളിൽ നീരസമുണ്ടായി. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് ഇസ്രായേൽ സ്ത്രീകൾ പാടിയപ്പോൾ ആ വാക്കുകൾ ശൗലിന് അനിഷ്ടമായി എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ ദൈവമഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോകുന്നതിനെ പറ്റി ശൗലിന് ഒട്ടും എരിവില്ലായിരുന്നു. നമ്മുടെ മഹത്വത്തെക്കാളും നമുക്ക് ലഭിക്കുന്ന മാനത്തെക്കാളും ദൈവത്തിന് മഹത്വവും മാനവും ലഭിക്കുന്നതിൽ നാം തീക്ഷ്ണതയുള്ളവരോ എന്ന് സ്വയശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്, ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് എരിവുള്ള ഒരു ഹൃദയം ദാവീദിനുണ്ടായിരുന്നു. ദാവീദ് അരമനയിൽ വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം കൂടാരത്തിലാകുന്നു എന്നുള്ളത് അവനെ അസ്വസ്ഥനാക്കി. തനിക്ക് ലഭിച്ച സുഖ സൗകര്യങ്ങളിൽ തൃപ്തനായി ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവനായിട്ടല്ല നമ്മൾ ദാവീദിനെ കാണുന്നത്. ദൈവികമായ അനുഗ്രഹങ്ങളും നന്മകളും പലപ്പോഴും നമ്മെ ദൈവരാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സ്ഥിതിയെക്കുറിച്ച് ചിന്തയില്ലാത്തവരാക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് താൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിച്ചിട്ടും യഹോവയുടെ മന്ദിരത്തെക്കുറിച്ച് ശ്രദ്ധയുള്ളവനായിരുന്നു. ജീവിതത്തിൽ മുൻഗണന എന്തിന് എന്നുള്ളത് നമ്മുടെ ജീവിത താല്പര്യങ്ങളുടെ പ്രകടനങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. സ്വന്തം സുഖങ്ങളിൽ മുഴുകി ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യാതൊരു ചിന്തയുമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം ദൈവഹിതത്തിൽ നിന്നും അകലെയാണ് എന്നുള്ളതിന് സംശയമില്ല. ദാവീദിൻ്റെ ഈ താല്പര്യത്തെ ദൈവം എത്ര മാനിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ദാവീദ് യഹോവയുടെ കൂടാരത്തെക്കുറിച്ചുള്ള ഭാരം ദൈവത്തോട് അറിയിച്ചപ്പോൾ ദൈവം തൻ്റെ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കൽ അയക്കുകയും ഒരു വലിയ വാഗ്ദത്തം നൽകുകയും ചെയ്തു. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുൻപിൽ എന്നേക്കും സ്ഥിരമായിരിക്കും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിൽ ഇത് വായിക്കുന്നു. ദേവാലയത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി താല്പര്യപ്പെട്ട ദാവീദിൻ്റെ ഭവനത്തെയും സിംഹാസനത്തെയും ദൈവം സ്ഥിരമാക്കി എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്കും നമ്മെ തന്നെ വിലയിരുത്താം. നമ്മുടെ സ്വന്തം കെട്ടുറപ്പിനും ഭദ്രതയ്ക്കും നമ്മുടെ മഹത്വത്തിനുമായി യത്നിക്കുമ്പോൾ ദൈവം തൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ നിന്നും നീക്കും. എന്നാൽ ദാവീദിനെ പോലെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ വ്യാപൃതരാകുമ്പോൾ ദൈവം നമ്മുടെ കൂടാരങ്ങളെ, ജീവിത മേഖലകളെ എല്ലാം ഉറപ്പിക്കും. ദൈവനാമത്തെക്കുറിച്ചും ദൈവീയ മഹത്വത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ മന്ദിരത്തെക്കുറിച്ചും എരിവുള്ള ഒരു ഹൃദയം നൽകണമേ എന്നും ദൈവഹിത പ്രകാരമുള്ള ഒരു ഹൃദയം നൽകണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. നന്മകളുടെയും സാധ്യതകളുടെയും പുതിയ പുലരിയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ പകൽക്കാലം ഞങ്ങളുടെ ജീവിത ഇടപെടലുകളിലും ചിന്തകളിലുമൊക്കെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവനാമ കാര്യങ്ങളിൽ എരിവുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വന്തം നേട്ടങ്ങളും താല്പര്യങ്ങളും മാത്രമല്ല, ദൈവത്തിന് വേണ്ടിയും ദൈവസഭയ്ക്ക് വേണ്ടിയും ഒക്കെ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പ്രഭാതം മുതൽ
ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അവിടുത്തെ സാന്നിധ്യം പകരണമേ. ചെറുതും വലുതുമായ ആവശ്യങ്ങളെ ദൈവം തമ്പുരാൻ മാനിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ അവിടുത്തെ സാന്നിധ്യവും കൃപയും കൂടെ ഇരുന്ന് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും എപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇരിക്കണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും കാവലും ആലോചനയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.